പ്രിയമുള്ളവരെ, നമ്മുടെ നാട് ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയാണ് നാട്ടിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന നിരോധിത രാസലഹരിയുടെ വ്യാപകമായ ഈ വേദിയിൽ വരുന്നവർ ഒന്ന് പറയണം. കാരണം വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ ഇപ്പൊ കൂടുതലും മാതാപിതാക്കൾ പുള്ളും കുട്ടിയും കളിക്കുക, കൊത്തിക്കല്ലാടുക, സാറ്റ് കളിക്കുക. ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ ഡ്രസ്സിങ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മണ്ട കായും എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് ഇവർക്കൊക്കെ അമ്മാരി ഡ്രസ്സ് കിട്ടുന്നത്? നമ്മുടെ നാടൻ ഇതിനോട് അതുപോലുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പക്ഷേ ഞാൻ പറയുന്നത് ആരും വരില്ലാന്നുണ്ട്. സഭയുടെയും വിവിധ വ്യാപാര സംഘടനകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും സഹകരണത്തോടെ മൂവിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ മതിൽ തീർക്കുകയാണ്, മനുഷ്യ മതിൽ തീർക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള ജ്വാല നാളെ നാം ഒരുക്കുകയാണ്. കുത്തിപ്പുഴ മുതൽ നെല്ലിപ്പുഴ വരെ നാളെ 5 മണി മുതൽ 6 മണി വരെ മണ്ണാർക്കാട് നഗരവേദിയിൽ നടക്കുന്ന ഈ സമരജ്വാലയിലേക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി അപ്പോ നാം ഒന്ന് നമുക്ക് രണ്ട് എന്നാണ് കുടുംബത്തിലെ പഴമൊഴി. പക്ഷെ ഇതങ്ങനെയല്ല, ഒന്ന് കേട്ടാ മതി. നമ്മുടെ വരും തലമുറ മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും അനുവദിച്ചുകൂടാ. നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ലഹരി എന്ന വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കുവാൻ അതിന്റെ ഭാഗമായി നാളെ വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ മണ്ണാർക്കാട് നഗരവേദിയിൽ കുന്തിപ്പുഴ മുതൽ നെല്ലിപ്പുഴ വരെ നാളെ ഒരു കുടുംബ മതിൽ തീർക്കുകയാണ്, മനുഷ്യ മതിൽ തീർക്കുകയാണ്. ഈ സമരജ്വാലയിൽ എല്ലാവരും കുടുംബ മതിലിൽ എല്ലാവരും ഒറ്റക്കെട്ടായി അണിചേർന്ന് ഒരു വൻപിച്ച വിജയമാക്കി തീർക്കുവാൻ എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം എന്ന് പ്രത്യേകം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. മൂവിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ കുടുംബ മതിൽ അപ്പോഴേ അവര് വ്യാപാരി ഏകോപന സമിതിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അവര് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സഹായിക്കണം. അതായത് നമ്മുടെ വരും തലമുറ, നമ്മുടെ ഈ ഇപ്പോഴുള്ള തലമുറയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതായത് പുതിയ തലമുറ കേട്ടോ, ഈ പഴയ തലമുറയല്ല. പഴയ തലമുറയ്ക്ക് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്. കാരണം നമ്മൾ ഷാജഹാനെ സ്നേഹിച്ച മുംതാസായിരുന്നു, വാസ്കോഡഗാമയായിരുന്നു കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ വന്നിറങ്ങിയത്. അതേപോലെ ഐഡിയാവാസ് പർട്ടിക്കുലറി. അങ്ങനെ നമ്മൾ ഒരുപാട് പാഠത്തിലെ ഒരുപാട് കഥകളും കാര്യങ്ങളും നമ്മൾ വായിച്ചിട്ടാണ് വളർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് മുഗൾ രാജാവിൻ്റെ AC BC അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹ്യൂമാനിറ്റി. അതായത് അപ്പം പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് ലഹരിയോടുള്ള കമ്പം ഉണ്ടായിരിക്കാം, പക്ഷേ നമുക്ക് പുതിയ തലമുറയുടെ അത്ര ഇല്ല. എന്തായാലും ഞാനിതിൽ പങ്കുചേരുകയാണ്. സംഭവം ഇപ്പോൾ നമ്മൾ ലഹരി അടിക്കാത്തത് ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ, ചുരുക്കം പേര് മാത്രം. ഒന്ന് ഒരു വാർത്ത, അത് കഴിഞ്ഞു പോയ വാർത്തയാണ്. അപ്പോൾ ന്യൂസുകാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു KSRTC ഡ്രൈവർ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോളിലൊക്കെ ആയിരുന്നു.
അപ്പോൾ KSRTC ഡ്രൈവർ മദ്യപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആൾക്കാരൊക്കെ പൊതുവായിട്ടുള്ള കാര്യം, ഒരാള് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ അത് വിശ്വസിക്കില്ല. അവര് പിന്നെ നമ്മുടെ കളിയാക്കിയും കൊണ്ട്, ഇല്ലെങ്കിൽ നമ്മളെ വാക്കുകളെ, നമ്മളെ പ്രവൃത്തികളെ പുച്ഛിച്ചു കൊണ്ടുള്ള ഓരോ കമന്റുകളാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. പിന്നെ നമ്മൾ ഈ വഴിയിൽ, റോഡിൽ ഈ ചെറിയൊരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആദ്യം വരുന്നത് അമ്മയുടെ, അപ്പൻ്റെ, പിന്നെ അരക്കുന്ന കീപ്പിട്ട് താഴെയുള്ള സംസാരങ്ങളാണ്. അത് ന്യൂ ജനറേഷനുണ്ട്, ഓൾഡ് ജനറേഷനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോ എന്താ പറയുക, ഓരോ ജീവിതം. ഇതിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലഹരിയുടെ പ്രധാന പ്രയോഗം മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രായോഗികമായിട്ടുള്ള ഘടന കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. അതിപ്പോ ന്യൂസുകാർ പറഞ്ഞ പോലെ എനിക്ക് പറയാൻ അറിയില്ല, കാരണം ഞാൻ ജേർണലിസം പഠിച്ചിട്ടില്ല. അപ്പോ എന്തിനും ഏതിൻ്റെതായൊരു പിന്നെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നിങ്ങളെ, അതായത് ആ ചരിത്രം നിങ്ങളെ ഒന്നിനും, കാലം നിങ്ങളോട് സാക്ഷി പറയും, അല്ലെങ്കിൽ കണക്ക് ചോദിക്കുന്നൊക്കെ പറയില്ലേ, അതൊക്കെയാണ് ഇതിൽ ശരിക്കും പറയാനുള്ളത് കേട്ടോ. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നാളെ എന്തായാലും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പക്ഷേ ഞാൻ പറയണത് ആരും വരില്ല എന്നുള്ളത്, നേരെ മറിച്ച് ഇവിടെ മണ്ണാർക്കാട് ഒരു ബിരിയാണി കൊടുക്കുകയാണ്, ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കുകയാണ്, ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഇഷ്ടംപോലെ ആവും. അതൊക്കെയാണ് ഇവിടെ നിന്നല്ല കേട്ടോ, എവിടെയും. അതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഈ ബ്ലോക്കിലൂടെ എങ്ങനെ തരണം ചെയ്തു പോകണം എന്നുള്ളത് ചില ആൾക്കാർക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാലേ ഈ ആളുകൾ റോഡിലിറങ്ങി നടക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളായാലും പുരുഷന്മാരായാലും, അവരെ ശരീര സൗന്ദര്യം മറ്റുള്ളവർ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് കാട്ടിക്കൂട്ടി നടക്കുന്നത്. ശരിക്കും എനിക്കതാണ് മനസ്സിലാവുന്നത്. അവരുടെ ഡ്രസ്സിങ് രീതി, അവരുടെ നടത്തത്തിൻ്റെ ശൈലി, ഇതൊക്കെ മറ്റുള്ളവർ കണ്ട് ആസ്വദിച്ചിട്ട് അവർ നടക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ശരിക്കും അതാണ്. പക്ഷെ അതിലൊന്നും ഒരു പ്രസക്തി ഇല്ല കേട്ടോ. ഒക്കെ ഈ പെയിന്റിങ് ചെയ്തിട്ട് വരികയല്ലേ. അപ്പൊ പിന്നെ അതിനെന്ത് പ്രസക്തിയുള്ളത്? നാച്ചുറലായിട്ട് നിങ്ങൾ വരി. നാച്ചുറലായിട്ട് പറഞ്ഞാൽ പൗഡറും പിന്നെ അതേപോലെ ലിപ്സ്റ്റിക്കും ഒന്നുമില്ലാതെ നിങ്ങൾ നാച്ചുറലായിട്ട്, നിങ്ങൾ എങ്ങനെയാണോ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് അതേപോലെ വരികയാണെങ്കിൽ നോക്കാനൊരു 10,000 ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നഗരത്തിൻ്റെ അവസ്ഥ. ഒന്നുകൂടി പോയിട്ട് വരേണ്ടി വരും. അപ്പോൾ നമുക്ക് കുന്തിപ്പുഴയിൽ വെച്ച് കാണാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലോകം. ഇപ്പം കണ്ടില്ല നിങ്ങൾ, ഒരു വണ്ടി അപ്പുറത്ത് വരുമ്പോൾ അവൻ നടുക്കൂടെ വരുന്നേ, അവൻ ഇൻ്റെ സൈഡ് കൂടെ വരുന്നേ. അപ്പോൾ ഇവരൊക്കെ ആരാ ലൈസൻസ് കൊടുക്കണേ? അതാണ് ഇപ്പം ഞാൻ അങ്ങനെ ആലോചിക്കണത്. ഇവർക്ക് ലൈസൻസ് കൊടുത്തിട്ട് എന്താണ് പ്രയോജനം? മറ്റുള്ളവരെ അപകടപ്പെടുത്താനും മറ്റുള്ളവൻ്റെ ജീവനും കൂടി ഭീഷണിയാവുന്ന ഒരു രീതിയിലുള്ള ഡ്രൈവിംഗ് ആണ്. അപ്പോൾ ഇവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്ന ആർടിഒ ഉദ്യോഗസ്ഥന്മാരല്ലേ ശരിക്കും അടിക്കേണ്ടത്. എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറയണത്. ഇവർക്കൊക്കെ ലൈസൻസ് കൊടുത്തിട്ട് എന്താണ് അതിൽ പ്രയോജനം എന്നാണ് ചിന്തിക്കുന്നത്. നല്ല മര്യാദയ്ക്ക് ഡ്രൈവിംഗ് ചെയ്ത് പോണ ആളുകളെ കൂടിയും കൊല്ലാൻ വരുന്ന 2000-ലെ പിള്ളേരാണ് ഇപ്പോൾ. പിന്നെ ഇവർക്കൊക്കെ ഈ ലഹരി വിരുദ്ധ സംഘടനയിൽ പങ്കെടുപ്പിച്ചിട്ട് എന്താണ് പ്രയോജനം? ഞാൻ ഇപ്പം അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ കണ്ട തന്നെ കാണിപ്പിക്കാനല്ല. അപ്പോൾ കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ ഈ ലഹരി വിരുദ്ധ പിന്നെ ക്യാമ്പയിനായിട്ട്. അപ്പോൾ അവർ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ എഴുതിയിട്ടുള്ള എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കൊല്ലുന്ന ലഹരിക്കെതിരെ, കൊല്ലിക്കുന്ന ലഹരിക്കെതിരെ.
മണ്ണാർക്കാട് നഗരസഭയുടെയും വിവിധ വ്യാപാര സംഘടനകളുടെയും സാംസ്കാരിക സംഘടനകളുടെ ട്രേഡ് യൂണിയൻ സംഘടനയിൽ വാട്സപ്പ് കൂട്ടായ്മയിൽ സഹകരണത്തോടു കൂടി മൂവിൻ്റെ ആഭിമുഖ്യത്തിൽ കുടുംബ മതിൽ ഏപ്രിൽ 12 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് മണ്ണാർക്കാട് നഗരവീതിയിൽ കുന്തിപ്പുഴ മുതൽ നെല്ലിപ്പുഴ വരെ. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയിനിൻ്റെ, അതായത് വിലങ്ങിൻ്റെയും, പിന്നെ ഇത് വേണ്ട, ഈ മക്കളെ ഇത് മതി. അത് പിന്നെ അമ്മയുടെയും ഒരു ചെറിയ കുട്ടിയുടെയും ഫോട്ടോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ശരിക്കും അച്ഛൻ്റെ ഫോട്ടോ കൂടി കൊടുക്കണ്ടേ. പിന്നെ ഇതിൽ വേറെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുള്ളത്, പ്രിയമുള്ളവരെ, നമ്മുടെ നാട് ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയാണ് നാട്ടിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന നിരോധിത രാസലഹരിയുടെ വ്യാപകമായ വിൽപ്പനയും ഉപയോഗവും. വിദ്യാഭ്യാസത്തിൽ മുൻനിരയിലുള്ള നാട്, ജീവിത നിലവാരത്തിൽ നമ്മുടെ നാട് ഇന്ന് കൊല്ലുന്ന ലഹരികൾക്ക് അടിമപ്പെട്ട് അമ്മയുടെ മാറിലേക്ക് കൊലക്കത്തി ഇറക്കുന്നതിൽ ആനന്ദം കാണുന്ന മക്കളുടെ നാടായി മാറുന്നു. അച്ഛനെ കൊല്ലുന്ന മകൻ്റെ നാടായി മാറുന്നു. അച്ഛനെ കൊല്ലുന്ന ജ്യേഷ്ഠൻ്റെ നാടായി മാറുന്നു. അമ്മമ്മയെ കൊല്ലുന്ന ചെറുമകൻ്റെ നാടായി മാറുന്നു. ഭാര്യയെ കൊല്ലുന്ന ഭർത്താവിൻ്റെ നാടായി മാറുന്നു. കാമുകിയെ കൊല്ലുന്ന കാമുകൻ്റെ നാടായി മാറുന്നു. അതെ, മൃഗീയം എന്ന വിശേഷണം മൃഗങ്ങൾക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന വിധം ക്രൂരതയുടെ ആൾരൂപമായി നമ്മുടെ യുവത്വം മാറുന്നു. സ്വന്തം തലച്ചോറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ചിന്താശേഷിയും തിരിച്ചറിവുകളും പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്ന ഈ യുവത്വം വീടിനും നാടിനും തീരാശാപം തന്നെയാണ്. ഈ ദുരിതത്തിൽ നിന്നും നമ്മുടെ മക്കളെ നമുക്ക് സംരക്ഷിക്കാം. അതെ, അമ്മയിൽ നിന്നാകട്ടെ ആദ്യത്തെ പ്രതിരോധം. മക്കളുണ്ടാകട്ടെ, അമ്മയോടൊപ്പം അച്ഛനുണ്ടാകട്ടെ. സ്വന്തം കുടുംബത്തിനും സമാധാനത്തിനും അമ്മയും അച്ഛനും മക്കളും തീർക്കുന്ന മഹാമതിലായി മാറട്ടെ ഈ മഹാസംഗമം. ഈ പരിപാടിയുടെ ഭാഗവാൻ ഏവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് ഡോക്ടർ കമ്മാപ്പ, ചെയർമാൻ, എം പുരുഷോത്തമൻ സാറ്, കൺവീനർ, പഴേരി ഷെരീഫ് ഷാജി, ട്രഷറർ. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ അവസാനത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ദുരന്തത്തിൽ നിന്നും നമ്മുടെ മക്കളെ നമുക്ക് സംരക്ഷിക്കാം. അതെ, അമ്മയിൽ നിന്നാകട്ടെ ആദ്യത്തെ പ്രതിരോധം. മക്കളോട് അമ്മയോടൊപ്പം അച്ഛനും മക്കളോടൊപ്പം. അപ്പോൾ ഇതിൽ ശരിക്കും ഞാൻ പറയട്ടെ, മാതാപിതാ വീടാണ് ഏറ്റവും നല്ല വിദ്യാലയം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കേണ്ട, സ്കൂളിലേക്ക് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, ഇനിയിപ്പോൾ ഈ കാമുകിയെ കാണാൻ പോകുമ്പോൾ, ഇല്ല ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോൾ ഒക്കെ എന്താണ് പറഞ്ഞു കൊടുക്കലെന്നും കൂടി ഈ വേദിയിൽ വരുന്നവർ ഒന്ന് പറയണം. കാരണം വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ ഇപ്പോൾ കൂടുതലും മാതാപിതാക്കൾ അച്ഛനും അമ്മയും ഇപ്പോൾ ഒക്കെ ഈ ചെറിയ പിള്ളേരാണല്ലോ ഈ വെട്ടും കുത്തും കൊലയും MDMA കടിച്ചിട്ട് രാസലഹരിക്ക് അടിമപ്പെട്ട് നമ്മുടെ നാടിങ്ങനെ എന്താ പറയുക, കൊലച്ചോറ് തിന്നണത്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതൊരു മഹാമതിലിൻ്റെ ഭാഗമായിട്ട് മണ്ണാർക്കാട് നഗരവീതിയിൽ എല്ലാവരും അണിചേരുക എന്നാണ് ഞാൻ പിന്നെയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളോടുള്ള ആ സ്നേഹമൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇല്ല. കാരണം ഇപ്പം ഞാൻ പ്രത്യേകം എടുത്തു കാട്ടെ, 3 വിഭാഗമായിട്ട് പറയാം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ്. ഹിന്ദുക്കൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നില്ല, മുസ്ലിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നില്ല, ക്രിസ്ത്യാനികളും പ്രാർത്ഥിക്കുന്നില്ല. കാരണം ഈ പള്ളി പോയി കഴിഞ്ഞാൽ അവർ കൂടുതൽ ശ്രദ്ധ ഈ മൊബൈൽ ഫോണിനാണ്. മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവരും സൈലൻ്റ് ആക്കി വെക്കാൻ പറയും, പക്ഷേ വൈബ്രേഷൻ ആക്കിയിട്ടാണ് അധികം വെക്കൽ. കാരണം പെട്ടെന്ന് എമർജൻസി ആയിട്ടുള്ള വല്ല നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് ഈ ശബ്ദം ഉണ്ടാവുക. അപ്പോൾ അവർക്ക് മനസ്സിലേക്ക് അങ്ങോട്ട് പോവില്ല, പ്രാർത്ഥനയിൽ നിന്നും മനസ്സ് പിന്മാറും. അപ്പോൾ അവിടെ ആര് രൂപപ്പെടും? ചെകുത്താൻ രൂപപ്പെടും. അപ്പോൾ ഈ ചെകുത്താൻ രൂപപ്പെടുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മാറ്റം വരുമ്പോൾ എന്താവും? നമുക്ക് മാറാനുള്ള ചിന്ത അമ്പലത്തിൽ നിന്നായാലും പള്ളിയിൽ നിന്നായാലും ചർച്ചിൽ നിന്നായാലും നമുക്ക് പെട്ടെന്ന് മാറാനുള്ള ചിന്ത മാറിപ്പോകുമ്പോഴാണ് ഇമാതിരി പ്രശ്നം വരിക. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ 1975 കാലഘട്ടം 80 കാലഘട്ടത്തിലുള്ള തലമുറ ആയിരുന്നു ഏറ്റവും നല്ല രസകരമായ തലമുറ. കാരണം അന്ന് സ്കൂളിൽ പോയിരുന്നത്
പെൺകുട്ടികൾ വേറെ ഗ്രൂപ്പ്, ആൺകുട്ടികൾ വേറെ ഗ്രൂപ്പ്. മഴ പെയ്താൽ നനയാതിരിക്കാൻ ഈ ചേമ്പിൻ്റെ ഇലയും അതേപോലെ വാഴയിലയൊക്കെ പൊട്ടിച്ചിട്ടായിരുന്നു അന്ന് പരസ്പരം തോളോട് തൊട്ടൊരുമിയിട്ടൊക്കെയാണ് അന്ന് നടന്നിരുന്നത്. അന്ന് ഈ സെക്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഇങ്ങനെ കയറി പിടിക്കലും പിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് ഉമ്മ വെക്കലും കെട്ടിപ്പിടിക്കലും പിന്നെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും വേണ്ട. ഇവിടെ ഈ കല്ലടി കോളേജ് സ്കൂളിൻ്റെ അവിടെ MES കല്ലടി കോളേജിൻ്റെ സ്കൂളിൻ്റെ അവിടെ ബാക്കിലൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം മാതാപിതാക്കൾ എന്തിനാണ് നമ്മുടെ പിള്ളേരെ സ്കൂളിലേക്ക് വിടുന്നതെന്നുള്ളത്. അവിടെ പോയി നോക്കിയാൽ അറിയാം ഇവർ പഠിക്കാനാണോ വേറെ എന്തിനാ വരുന്നതെന്നുള്ളതും കൂടി നമുക്ക് അവിടെ പ്രത്യേകിച്ച് അറിയാൻ കഴിയും. ഇതൊക്കെ വാർത്തയിലും ന്യൂസിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം റീൽസിലും കണ്ടാലും പോലും എൻ്റെ മക്കളല്ല, എൻ്റെ മക്കളങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരൊറ്റ ന്യായീകരണത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇവർ ഇത്രത്തോളം മക്കളെ മാതാപിതാക്കളെ അടിച്ച് അധിക്ഷേപിച്ചിട്ട് അപമാനിച്ചിട്ട് പോണത്. അപ്പോൾ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി ഇനി മണ്ണാർക്കാട് നടക്കില്ല എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ മൂവ് എന്ന സംഘടന അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ടത് നഗരത്തിൽ ഇതായി നമ്മളിപ്പോൾ നിൽക്കുന്നത് കുന്തിപ്പുഴ പാലത്തിൻ്റെ ഇക്കരയാണ്. അപ്പോൾ അക്കരെ നിൽക്കുമ്പോൾ പച്ച, ഇക്കരെ നിൽക്കുമ്പോൾ പച്ച തോന്നില്ലേ, അതേപോലെ അവിടെ ആ കോളേജിൻ്റെ ആ ഭാഗത്തൊക്കെയാണ് ശരിക്കും ക്യാമറ വെക്കേണ്ടത്. അവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഈ കോളേജിൽ ലഹരി വിൽക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് നമ്മൾ ചാടുന്നത്. എന്തായാലും നമുക്ക് പിന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, അതായത് മധ്യവേനൽ അവധി. ഈ മധ്യവേനൽ അവധിയിൽ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന +2 ഇല്ലെങ്കിൽ ഡിഗ്രി 10ാം ക്ലാസ് 8ാം ക്ലാസ് അവരൊക്കെ ആ കുട്ടികളൊക്കെ എന്താണ് വീട്ടിലിരുന്ന് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അവർ പുറത്തു പോയിട്ട് അവരെ കൂട്ടുകാരികളോടൊപ്പം എന്താണ് ചെയ്യുന്നത്, അവർ എന്താണ് ചെയ്തതെന്നല്ല പിന്നീട് അവർ വീട്ടിലേക്ക് വരുന്ന എങ്ങനെ ഏത് സാഹചര്യമാണെന്നും കൂടി മാതാപിതാക്കൾ അന്വേഷിക്കുന്നില്ല. കാരണം ഈ മാതാപിതാക്കളും മൊബൈൽ ഫോണിൻ്റെ യുഗത്തിലാണ്, ഇൻ്റർനെറ്റ് ലോകത്താണ്. കാരണം ഇപ്പോൾ കൂടുതലും വീട്ടമ്മമാരും യുവതികളൊക്കെ സ്നേഹത്തോടെ ഒന്ന് ലാളിക്കണോ അതൊന്നും ഇപ്പോൾ ഒരു മാതാപിതാക്കളിലും ഒരു ശ്രദ്ധയില്ല. അപ്പോൾ നമ്മുടെ 2000-ൽ പിറന്ന ഇല്ലെങ്കിൽ 1999 കാലഘട്ടത്തിൽ പിറന്ന ചെറിയ പ്രായമുള്ള കുട്ടികൾ വഴി തെറ്റിപ്പോകുന്നുള്ളതിൽ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ന്യൂസിൽ വാർത്താ മാധ്യമങ്ങൾ ഒരിക്കലും പറയില്ല നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമെന്ന്, ഇല്ല നിങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുപോകണമെന്ന് ഒരാളും പറയില്ല കേട്ടോ. കാരണം അതങ്ങനെയാണ്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു ഡോക്ടർ ഒരു പൂർണ്ണമായിട്ട് രോഗം ഭേദമാക്കില്ല, ഒരു വക്കീൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടും കേസൊന്നും ഒഴിവാക്കപ്പെടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്വയമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പം ഞാൻ നന്നാവും എന്നുള്ളത് വിചാരിച്ചാൽ ഞാൻ നന്നാവും, ഞാൻ നന്നാവില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരിക. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ. പിന്നെന്താ അറിയോ, പ്രധാനമായിട്ടും ഈ ചെറിയ ബൈക്കുകാരാണ് മെയിനായിട്ട് ബ്ലോക്കിൻ്റെ സൃഷ്ടികർത്താക്കൾ. കാരണം അവർ ഇടയ്ക്കിടെ അങ്ങടും ഇങ്ങടും തലങ്ങും വിലങ്ങും ഒക്കെ കയറി പോകുന്നതാണ്. കാരണം ഇതെങ്ങനെയെങ്കിലും ഒന്ന് പിന്നെ ഒഴിവായാൽ മതി എന്നുള്ള രീതിയിലാണ് അവരെ പോക്ക്. അപ്പോൾ ബ്ലോക്കിൻ്റെ മെയിൻ കാരണങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക, 2 സൈഡിലും വാഹനങ്ങൾ അനധികൃതമായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ബൈക്കായാലും കാറായാലും നോ പാർക്കിങ്ങിൽ പോലും ബൈക്കുകാരും കാറുകാരും പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിച്ചാൽ പോലും അത് അവിടെ എന്താ പറയുക, പണത്തിൻ്റെ അവകാശവും നീതിയും ഒക്കെ പാടെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് മാത്രമാണെന്ന് പറയാം. അപ്പോൾ വൈകുന്നേരം ചിലപ്പോൾ മഴ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കുട ഇല്ലാത്ത ജീവിതമാണല്ലോ അല്ലേ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുടയുടെ ആവശ്യമില്ല. ഇത് പട മേടിച്ച് വന്ന് പന്തളത്ത് വന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട അറിയില്ലേ, അതാണ് ഇപ്പോൾ ഈ അവസ്ഥ. നമ്മുടെ സർക്കാരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. ശരിക്കും ഈ വ്യാപാരി വ്യവസായി സംഘടന
കാര്യങ്ങളൊന്നുമല്ല. അത് അവരെടുക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മക്കളുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കീഴിൽ ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ മക്കള് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ അവരെ മക്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് അറിയിക്കില്ല. ഇപ്പോൾ പിന്നെ ഏതൊരു MLA ഒരു പയ്യന് കഞ്ചാവ് വലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കേസായി നോക്കി അവസാനം നോക്കിയപ്പോൾ ആ MLA പറയാണ് അത് തുളസിയുടെ ചെടിയാണ്. അപ്പോൾ അത്ര വിവരമുള്ളൂ നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക്. കാരണം ഈ ഉദ്യോഗസ്ഥ MLA വലിയ കാര്യം തന്നെയാണ് പറഞ്ഞല്ല, അതൊന്നുമല്ല. ഹെൽമെറ്റ് വെക്കാത്തവരെയാണ് ആദ്യം പിടിക്കേണ്ടത്. ശരിക്കും അതാണ്. നമ്മളിപ്പോൾ പുറം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുന്ന് മണ്ണാർക്കാട് നിന്ന് ഏതെങ്കിലും ഒരാൾ ഗൾഫിൽ പോയി നിർത്താം. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവർ ഇവിടെ ചെയ്യാത്ത കാര്യം കൂടി അവിടെ കറക്റ്റായിട്ട് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകിൽ കൈ ഉണ്ടാവില്ല, അല്ലെങ്കിൽ തല ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് നിയമത്തെക്കുറിച്ച് അറിയാം, നിയമം എന്താണ്, നിയമം എന്തിനുള്ളതാണെന്നും കൂടി അറിയാം. അപ്പോൾ ആ മുന്നിൽ പോകുന്ന സ്കൂട്ടിക്കാരുണ്ട്, ആ സ്കൂട്ടിക്കാരൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണ് എങ്ങനെയെന്നുള്ളത്. അപ്പോൾ അവന് ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ തിരിയുമ്പോൾ ശ്രദ്ധ കിട്ടില്ല, ബാക്കിലുള്ള വണ്ടി വന്ന് ഇരിക്കും, പിന്നെ അവിടെ അടിപിടി തെറിയും ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ അടുത്തിരുത്തിയിട്ട് മൊബൈൽ ഫോണൊക്കെ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് അവരോട് ലാളിച്ച് അവരോട് സ്നേഹത്തോടെ നിങ്ങൾ അവരെ ഹിപ്നോട്ടിസം ചെയ്യണ മാതിരി സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ മനസ്സ് തുറക്കും. കാരണം നിങ്ങൾ പ്രസവിച്ചിട്ടുള്ള ഒരു മകനാണെങ്കിൽ, നിങ്ങൾ അവരെ അച്ഛനാണെങ്കിൽ, തീർച്ചയായിട്ടും ആ അച്ഛനും അമ്മേനെയും ബഹുമാനിക്കാതെ, വിശ്വസിക്കാതെ, സ്നേഹിക്കാതെ അവരൊരിക്കലും നിങ്ങളെ വിട്ടിട്ട്, നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് അവരൊരിക്കലും ലഹരിക്കായിട്ട് പോവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, പറയാം. അപ്പോൾ നിങ്ങൾ അവിടെ കണ്ടിട്ടില്ലേ, എന്ത് കണ്ടില്ലേ, അവിടെ കുറേ കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ട്, അതായത് ഫുട്ബോൾ. അപ്പോൾ നമ്മുടെ ലഹരി പണ്ടത്തെ, അതായത് 85-90 കാലത്തിലൊക്കെ നമുക്ക് ഈ ചേമ്പും ചേനയും മാങ്ങയും പറങ്കിയണ്ടി, അതേപോലെ കണ്ണിമാങ്ങ, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ലഹരി. പിന്നെ കുറേ പച്ചവെള്ളം കുടിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുട്ബോൾ കളിക്കാൻ പോവും. അന്ന് ശരിക്കും പറഞ്ഞാൽ പഠിത്തം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കളിയോടായിരുന്നു പ്രണയം. പുള്ളും കൊട്ടിയും കളിക്കുക, കൊത്തിക്കല്ലാടുക, സാറ്റ് കളിക്കുക, അതൊക്കെ ആയിരുന്നു അന്നത്തെ ആ ലഹരി. ഇന്ന് എവിടെ സാറ്റ് കളിക്കാൻ ആരെങ്കിലും ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ പോലീസിൽ കേസ് കൊടുക്കും, അവനെ സാറ്റ് കളിക്കാൻ വിളിച്ചു എന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിലെന്താ പറയാല്ലേ. അപ്പോൾ നാളത്തെ ആ മൂവ് എന്ന ലഹരി വിരുദ്ധ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള പരിപാടിക്ക് നിങ്ങളെല്ലാവരും വരണം. നിങ്ങളുടെ പിന്തുണ, മാതാപിതാക്കൾ, കുട്ടികൾ എല്ലാവരും വരണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അപ്പം നമുക്ക് ആരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ എന്നുള്ള കാര്യം കൂടി ഇതിൽ മനസ്സിലാക്കാൻ കഴിയും. ആർക്കും സ്വന്തമല്ല കേട്ടോ, പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൂടെ ആരാളുള്ളത്, നമുക്ക് ആരൊക്കെ ഉണ്ടായിരിക്കും, നമ്മളൊന്ന് വീഴാൻ പോകുമ്പോൾ
അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇപ്പോഴൊക്കെ ഓരോ മനുഷ്യന്മാരും കേട്ടോ, നടന്നു പോകുന്നവരോ വരുന്നവരോ കാണുന്നവരോ ചിലപ്പോൾ നമ്മളൊന്ന് വീഴാൻ വേണ്ടി കാത്തിരിക്കാവും. അപ്പോൾ വീണിട്ട് വേണം നമ്മുടെ മുകളിലൂടെ ചവിട്ടിയിട്ട് അവർക്ക് പോകാൻ. അപ്പോൾ നമ്മൾ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വൈകുന്നേരം ആശംസിക്കുന്നു.